ലിയ ഹെൽത്ത് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ വർഷങ്ങളായിട്ട് ഹണി നമ്മൾ വിപണിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും നമ്മൾ തേൻ വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തുന്നവരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചെറുതേനാണെങ്കിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഹണി ആണെങ്കിലും പിന്നെ വലിയ തേനീച്ച വിഭാഗത്തിൽപ്പെടുന്ന വളർത്തേനാണെങ്കിലും ഒക്കെ പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. എന്തിനെല്ലാം തേൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളതൊക്കെ. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, തലമുടി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച സംബന്ധമായ പ്രശ്നം, അങ്ങനെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെഡിസിൻ കൂടെയാണ് ഹണി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തേൻ പലപ്പോഴും വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ. അഥവാ പ്രത്യേകിച്ച് നമ്മുടെ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ തേൻ വാങ്ങിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. തേനകത്ത് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്, വൈറ്റമിൻസ്, മിനറൽസ്, പ്രതിദത്തമായിട്ട് എൻസൈമുകൾ, ആൻറ്റി ഓക്സിഡൻറ്റ് ഇവയൊക്കെ തേനകത്തുള്ളത് കൊണ്ട് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ് ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഏതൊരു രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിലും പ്രത്യേകിച്ച് ക്യാൻസർ വീടായിട്ടുള്ള ആളുകളൊക്കെ തേൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതൊരു അസുഖത്തെ പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിലും തേനിന് വല്ലാത്തൊരു കഴിവുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചെറുതേനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ മറ്റു തേനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറുതേന എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ ഓഫ് മെഡിസിൻ എന്നാണ് ചെറുതേനെ കുറിച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയേറെ മെഡിസിൻ വാല്യൂ ഉള്ള സംഭവമാണ് തേൻ. അപ്പോൾ നമ്മൾ ഏത് തേന ഉപയോഗിക്കുമ്പോഴും ഇത് റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ പലപ്പോഴും റിസൾട്ട് അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നത് തന്നെ ചെറുതേന. അപ്പോൾ നമുക്ക് പിന്നെ ചെറുതേനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് പഠിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും, ഒരു വർഷത്തിന് മുകളിലേക്കാണ് ചെറുതേൻ കളക്ട് ചെയ്യുന്ന സമയം. പലപ്പോഴും പല ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനിന് ഫീഡിങ്ങിൻ്റെ ഒരു വിഷയം, അഥവാ പഞ്ചസാരയിലാണ് കലക്കി കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു. പലപ്പോഴും അതൊരു വലിയൊരു യാഥാർത്ഥ്യം അല്ലെങ്കിലും പല വിഭാഗം ആളുകളും ഈ ഒരു കാര്യം തുടർച്ചയായി ചെയ്യുന്നതിലൂടെ തേനിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെ നമ്മൾ ചെറുതേനിലേക്ക് വെക്കുമ്പോൾ ചെറുതേൻ്റെ ഒരു കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫീഡിങ് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ട് ചെയ്യുന്ന ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിലേക്കുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത ഹണിയും നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. ഏകദേശം ഒരു 400-500 ഗ്രാം വരെയൊക്കെ ഹണി നമുക്ക് പലപ്പോഴും ഒരു ബോക്സിനകത്ത് കളക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്താൻ ഏറ്റവും നല്ല ഹണിയാണെന്നുണ്ടെങ്കിൽ ചെറുതേനാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫോറസ്റ്റ് ഹണി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോക്സ് ഹണി, നമ്മുടെ വലിയ തേനീച്ചൻ്റെ വളർത്ത് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏത് തേന ലിയ ഹെൽത്ത് ലൈഫിൻ്റെ ഏതൊരു ഹണിയാണെങ്കിലും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രമാത്രം. ഈ ഒരു വീഡിയോ തൊട്ട് താഴെ കാണുന്ന വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹണി നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.